നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു മന്ത്രമുണ്ട്. ഭഗവൻ ഭൂതഭവ്യേശ ന ജാനേഹിതം ആത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ദാതും അർഹസി. നമുക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. നമുക്കിതെല്ലാം ഈ ലോകം മുഴുവൻ നമുക്ക് കിട്ടിയാൽ കൊള്ളാൻ ആഗ്രഹം ഉണ്ടാവും. അല്ലയോ ഭഗവാനെ, എന്റെ അർത്ഥതാണ് ഭാവിയും ഭൂതവും അറിയുന്ന അങ്ങ്. വർത്തമാനം അറിയേണ്ട കാര്യമില്ല. വർത്തമാനം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഭാവിയാണ്, അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഭാവിയായി മാറും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവൻ ഭൂതഭവ്യേശ, ഭൂതവും ഭാവിയും അറിയുന്ന ഈശനാണ് അങ്ങ്. അങ്ങക്ക് സകല കാര്യങ്ങളും അറിയാം. എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിതൊക്കെ കിട്ടിയാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ എനിക്ക് വേണം, എനിക്ക് അധീനമാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണോ എനിക്ക് അർഹിക്കുന്നത് അത് മാത്രം തന്നാലും എന്നാണ് എന്റെ അർത്ഥം. ജാനേ ഹിതം ആത്മന, എനിക്ക് എന്താ ഹിതം എന്ന് എനിക്കറിയില്ല. ജാനേ, എനിക്കറിയില്ല. ഹിതം ആത്മന, എന്റെ ആഗ്രഹം എന്താണ്, എനിക്ക് ഹിതം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അവിടെ ഒരു ക്ലോസും കൂടി ഉണ്ട്. അപ്പം ഏവം സഞ്ചിന്യ വിഭോ, അങ്ങ് വളരെ ആയോജിച്ച് വളരെ സഞ്ചിന്യമായിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് എനിക്ക് അർഹിക്കുന്നത് മാത്രം തന്നാലും. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഇതാണ് എല്ലാ ഭക്തരും പ്രാർത്ഥിക്കേണ്ട ഒരു ഇതാണ്. പക്ഷെ നമ്മുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ദുരിതങ്ങളെ കൊണ്ടോ നമ്മൾ എല്ലാം ചോദിച്ചു പോകും. എന്റെ മകനെ കാത്തിരക്ഷിക്കണേ, അല്ലെങ്കിൽ നമ്മളെ ലിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാവും അവിടെ ചെല്ലണേ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. വേണ്ട സമയത്ത് അത് ചെയ്യുകയും ചെയ്യും. വേണ്ട സമയത്ത് എല്ലാവർക്കും ചെയ്യും, ഒരാൾക്കെന്നല്ല.